6 അടി നീളമുള്ള ചാരനിറത്തിലുള്ള കീരി ഒരു മികച്ച പോരാളിയും ബുദ്ധിമാനും ആക്രമണകാരിയുമാണെന്ന് മൂർഖന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ മൂർഖൻ കഴിവുള്ളതും പരിചയസമ്പന്നയുമായ പോരാളി കൂടിയായിരുന്നു. അവന് വേഗത്തിൽ നീങ്ങാനും പ്രകാശവേഗത്തിൽ പ്രഹരിക്കാനും കഴിയും. അവന്റെ നീണ്ട മൂർച്ചയുള്ള കൊമ്പുകളുടെ പിന്നിലെ സഞ്ചികളിൽ മാരകമായ വിഷം നിറഞ്ഞിരുന്നു. അത് ചാമ്പ്യന്മാരുടെ പോരാട്ടമായിരുന്നു. ധിക്കാരത്തോടെ പിളർന്ന നാവ് അകത്തേക്കും പുറത്തേക്കുമിട്ട് 6 അടി നീളമുള്ള മൂർഖൻ പാമ്പ് 3 അടി നിലത്തുനിന്നുയർന്ന് വിശാലമായ പത്തി വിരിച്ചു. കീരി അതിന്റെ വാല് പൊക്കി. നട്ടെല്ലിന്റെ നീണ്ട രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. മുമ്പ് അവന്റെ മുടിയുടെ കനം തന്നെ മറ്റുള്ളവർക്ക് മാരകമായിരുന്നു. അതുകൊണ്ട് കടിയേൽക്കുന്നതിൽ നിന്ന് അവനെ രക്ഷിച്ചത് ഇതായിരുന്നു. ആൽമരത്തിൽ എന്റെ സാന്നിധ്യം പോരാളികൾക്ക് അറിയില്ലായിരുന്നുവെങ്കിലും മറ്റു 2 കാണികളുടെ വരവ് അവർ പെട്ടെന്ന് മനസ്സിലാക്കി. ഒന്ന് മൈനയും മറ്റൊന്ന് ഒരു കാട്ടുകാക്കയുമായിരുന്നു. കുശലക്കാരനായ നഗരകാക്കയല്ലാട്ടോ. യുദ്ധത്തിനുള്ള ഈ തയ്യാറെടുപ്പുകൾ അവർ കണ്ടിരുന്നു. ഫലം കാണാൻ കള്ളിച്ചെടിയിലിരുന്നു. അവർ കാണുന്നതിൽ മാത്രം തൃപ്തരായിരുന്നെങ്കിൽ 2 പേർക്കും എല്ലാം നന്നായിരിക്കുമായിരുന്നു. മൂർഖൻ പ്രതിരോധ നിരയിൽ നിന്നു പതുക്കെ വശങ്ങളിലേക്ക് ആടിക്കൊണ്ടിരുന്നു. ഒരു തെറ്റായ നീക്കത്തിൽ കീരിയെ മയക്കാൻ ശ്രമിച്ചു. എന്നാൽ എതിരാളിയുടെ കണ്ണിറുക്കാത്ത ആ തിളങ്ങുന്ന കണ്ണുകളുടെ ശക്തി കീരി മനസ്സിലാക്കി. അവരെ നേരിടാൻ വിസമ്മതിച്ചു. പകരം കീരി മൂർഖന്റെ പത്തിക്ക് തൊട്ട് താഴെയുള്ള ഒരു ബിന്ദുവിൽ തന്റെ നോട്ടമുറപ്പിച്ച് ആക്രമണം ആരംഭിച്ചു. വേഗത്തിൽ മുന്നോട്ടു നീങ്ങി മൂർഖന്റെ കയ്യെത്തും ദൂരത്തെത്തിയപ്പോൾ അവൻ ഒരു വശത്തേക്ക് പെട്ടെന്ന് നീങ്ങി. ഉടനെ മൂർഖൻ ഇടിച്ചു. പാമ്പിന്റെ വലിയ ഹുഡ് വളരെ വേഗത്തിൽ താഴേക്ക് വന്നു. കീരിയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ ആ കുഞ്ഞൻ വളരെ അടിപൊളിയായി ഒരു വശത്തേക്ക് ചാടി. മൂർഖന്റെ അതേ വേഗത്തിൽ ചാടി പാമ്പിനെ പിന്നിൽ കടിച്ചു. വീണ്ടും കയ്യെത്താ ദൂരത്തേക്ക് പാഞ്ഞു. മൂർഖൻ ഇടിച്ച ആ നിമിഷം തന്നെ കാക്കയും മൈനയും അവരുടെ നേരെ തിരിഞ്ഞു. പക്ഷെ വായിൽ വെച്ച് അവർ ശക്തമായി കൂട്ടിയിടിച്ച് പരസ്പരം നിലവിളിച്ചുകൊണ്ട് അവർ കള്ളിച്ചെടിയിലേക്ക് മടങ്ങി. മൂർഖന്റെ പുറകിൽ ഏതാനും തുള്ളി രക്തം വീണു. മൂർഖൻ വീണ്ടും ഇടിച്ചെങ്കിലും അത് ശരിയായില്ല. വീണ്ടും കീരി മാറി മാറി ചാടിക്കളിച്ചു. വീണ്ടും പക്ഷികൾ പാമ്പിനെ നോക്കി പരസ്പരം ഇടിച്ചു നിലവിളിച്ചുകൊണ്ട് കള്ളിച്ചെടിയുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മടങ്ങി. 3-ാം റൗണ്ടും ആദ്യത്തേതിന്റെ അതേ ഗതി പിന്തുടർന്നു. പക്ഷേ ഒരു നാടകീയതയ വ്യത്യാസത്തോടെ. കാക്കയും മൈനയും ഇപ്പോഴും ഈ പ്രവൃത്തിയിൽ പങ്കെടുക്കാൻ ദൃഢനിശ്ചയം ചെയ്തതിനാൽ മൂർഖന്റെ നേരെ ഡൈവ് ചെയ്തു. പക്ഷേ ഇത്തവണ അവ പരസ്പരം അകന്നുപോയി. അതുപോലെ തന്നെ അവയുടെ അടയാളവും. മൈന പറന്നുയർന്ന് തന്റെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. പക്ഷേ കാക്ക പകുതി എത്തുമ്പോൾ വായുവിൽ നിന്ന് നോട്ട് തിരിയാൻ ശ്രമിച്ചു. കാക്ക ഇങ്ങനെ ചെയ്യാനെടുത്ത 2-ാമത്തെ നിമിഷത്തിൽ പത്തി പിന്നിലേക്ക് തിരിച്ച് വലിയ ശക്തിയോടെ കാക്കയുടെ ശരീരത്തിലിടിച്ചു. കാക്ക പൂന്തോട്ടത്തിന് 20 അടിയോളം കുറുകെ പറക്കുന്നത് ഞാൻ കണ്ടു. അവിടെ കുറച്ചു നേരം പറന്നതിന് ശേഷം അത് നിശ്ചലമായി കിടന്നു. മൈനയാണെങ്കിൽ കള്ളിച്ചെടിയിൽ തന്നെ തുടർന്നു. വളരെ ബുദ്ധിപൂർവം വീണ്ടും ഇടപെടുന്നതിൽ നിന്ന് വിട്ടുനിന്നു. മൂർഖൻ ദുർബലമായിക്കൊണ്ടിരുന്നു. കീരിയാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് ഭയമില്ലാതെ നടന്ന് അതിന്റെ ചെറിയ കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. വളരെ വേഗത്തിൽ പാമ്പിനെ അതിന്റെ മൂക്കിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു. മൂർഖൻ ഭയപ്പെടുന്ന രീതിയിൽ പുളഞ്ഞു കീരിയെ ചുറ്റിപ്പിടിച്ചു. പക്ഷേ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കീരി ആവട്ടെ ഭയങ്കര ഇങ്ങനെ ഒരു ഡിറ്റർമൈൻഡ് ആയി, ഭയങ്കര ദൃഢനിശ്ചയത്തോടെ, ഭയങ്കര ധൈര്യശാലിയായി ആ ഒരു പാമ്പ് ഒന്ന് അടങ്ങുന്നത് വരെ അതുപോലെ തന്നെ നിന്നു. പത്തിയിൽ ചുറ്റിപ്പിടിച്ച് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൈന ശ്രദ്ധയോടെ നിലത്തേക്ക് വീണു. ചാടി എഴുന്നേറ്റ് സുരക്ഷിതമായ ഒരു അകലത്തിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് നോക്കി അഭിനന്ദനങ്ങളും കൊടുത്ത് ഒരു നിലവിളിയോടെ പറന്നുപോയി.